പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളേവരും ഈ ഒരു തമ്പ് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നത്. 60 ദിവസത്തെ ചാലഞ്ച് എടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ 2 മാസത്തെ ചാലഞ്ചിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് LPUP നേടാൻ കഴിയും. കഴിഞ്ഞ ദിവസം സുജയ് സാറ് നമ്മുടെ ലൈവ് വെബിനാറുമായി എത്തിയ സമയത്ത് LPUP വിജയപഥ് വെക്കേഷൻ ബാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മുടെ LPUP വിജയപഥ് വെക്കേഷൻ ബാച്ച് എന്ന് പറയുന്നത് 60 ഡേയ്സ് സ്റ്റഡി പ്ലാനോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു ബാച്ചാണ്. 60 ദിവസം കൊണ്ട് പൂർണ്ണമായും കോഴ്സ് സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് LPUP വിജയപഥ് വെക്കേഷൻ ബാച്ച് എന്ന് പറയുന്നത്. ആ ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചു. ആ സ്റ്റഡി പ്ലാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻസിൽ ഞങ്ങൾ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ കഴിയുന്നതാണ്. ഈ 60 ഡേയ്സ് സ്റ്റഡി പ്ലാനോട് കൂടിയാണ് എൻട്രിയിൽ LPUP വിജയപഥ് വെക്കേഷൻ ബാച്ച് റൺ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു സബ്ജക്റ്റ് വൈസ് തന്നെയായിരിക്കും, ആ കോഴ്സ് തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന വസ്തുത കൂടി അറിയിക്കുകയാണ്. ഇനി ഈ 60 ഡേയ്സ് നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല വീഡിയോസിലും നമ്മൾ എൻട്രിയിലെ ടീച്ചിങ് യൂട്യൂബ് ചാനലിൽ തന്നെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. LPUP സിലബസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും നിങ്ങളോട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു ഇപ്പം നിങ്ങൾ പലരും അധ്യാപകർ ഡെയിലി ബേസ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു CBSE സ്കൂളിൽ പോയവരും ഇനിയും സീരിയസ് ആയിട്ട് എടുക്കാത്ത പേരൊക്കെ ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പലരും ചോദിക്കും, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ആദ്യം സിലബസിനെ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ദിവസം 5 മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി. ഈ 5 മണിക്കൂർ എൻട്രിയുടെ ഈ പറയപ്പെടുന്ന LPUP വിജയപഥ് കോഴ്സ് കാണണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത്രമാത്രം കോഴ്സൊന്നും അല്ലെങ്കിൽ അത്രമാത്രം റെക്കോർഡ് ക്ലാസ് ഒന്നും ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുമില്ല. അപ്പം കോഴ്സ് എടുത്ത് പഠിക്കാത്തവർക്കും ഈ 60 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സിലബസ് കോർ മേഖല എന്ന് പറയുന്നതുകൊണ്ട് പലപ്പോഴും പറയുന്ന പോലെ വിദ്യാഭ്യാസം, മനഃശാസ്ത്രം, മലയാളം, ഇംഗ്ലീഷ് ഇതൊക്കെ കോർ മേഖലകളാണ്. സയൻസ് വളരെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള മേഖലകളാണ്. അപ്പോൾ ആ മേഖലയ്ക്ക് നമ്മൾ ഒരു ദിവസം പഠിക്കാനിരിക്കുമ്പോൾ സിലബസിൻ്റെ ഈ മേഖലകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഒപ്പം തന്നെ സാമൂഹ്യ ശാസ്ത്രവും തുടങ്ങിയ മേഖലകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് പരിശോധിക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം എന്നിവ 10 മാർക്കും ഇതുമായി അനുബന്ധിച്ചിട്ടുള്ള കറണ്ട് വേഴ്സ് 2 മാർക്ക്, അങ്ങനെ 12 മാർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്ര ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം 5 മാർക്കും 2 മാർക്ക്, അതിൻ്റെ കറണ്ട് വേഴ്സ് അങ്ങനെ 7 മാർക്കും. സയൻസുമായി ബന്ധപ്പെട്ടതുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. 9, 9, 8 ഈ രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. അതായത് 7, 2 കറണ്ട് വേഴ്സ്. ഭൗതിക ശാസ്ത്രത്തിൽ 7 മാർക്ക് നമ്മുടെ സബ്ജക്റ്റും 2 മാർക്ക് കറണ്ട് വേഴ്സും. പലപ്പോഴും നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത്. രസതന്ത്രത്തിൽ 7 + 2 9, ജീവശാസ്ത്രത്തിൽ 6 + 2 8 മാർക്ക്. ഇതാണ് ഇവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഗണിതം 15 മാർക്ക്, വിദ്യാഭ്യാസം, മനഃശാസ്ത്രം, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കും, മലയാളം എന്ന് പറയുന്നത് 10 മാർക്കിനുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ LPUP ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ സിലബസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 മാസം എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും 60 ദിവസത്തിൽ 5 മണിക്കൂർ 300 മണിക്കൂർ മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. നമുക്ക് ഈ സിലബസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും.
2 months കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. 2 month വെക്കേഷൻ ബാച്ച് ആണ് എൻട്രിയിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാനറിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം. ഇതൊരു 60 days സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 60 days സ്റ്റഡി പ്ലാൻ എന്താണെന്ന് പറഞ്ഞു. 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഞങ്ങൾ കമൻസിൽ നൽകിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ഫോം വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ആ ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെയാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അതല്ല ഞങ്ങൾ ഫ്രീ എന്താണ് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനാണ് തയ്യാറ്, എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റഡി മെറ്റീരിയലൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്നും പഠിക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊന്നാണ് സ്പെഷ്യൽ എക്സാം പാക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറുതെ റെക്കോർഡ് ക്ലാസ് കണ്ടുപോയിട്ട് കാര്യമില്ല. നമുക്കറിയാം നമുക്ക് നെഗറ്റീവ് മാർക്ക് വരുന്ന ഒരു എക്സാമാണ്, നമ്മൾ PSC എക്സാമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം നിങ്ങളെ കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കുക, എക്സാം എഴുതുക. അത് തരുന്ന എക്സാം സീരീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 201ഓളം മോഡൽ എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിലുള്ള ടോപ്പിക് ബേസ് എക്സാംസ്, ലൈവ് എക്സാംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. എക്സാം സീരീസ് പലപ്പോഴും HSC എഴുതിയെടുത്തവർ, LP UP കഴിഞ്ഞ തവണ എഴുതിയെടുത്തവരും എൻട്രിയിലെ ആപ്പിൻ്റെ ക്ലാസ്സിനോട് ഉപരി തന്നെ എക്സാം സീരീസ് അവർക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്നും അവർ പറയുന്നുണ്ട്. അടുത്തത് മോക്ക് എക്സാം, നേരത്തെ പറഞ്ഞതുപോലെ ലൈവ് എക്സാംസ്, ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സപ്പോർട്ടും ഉണ്ട്. നിങ്ങളെല്ലാവരും അഡ്മിഷൻ എടുക്കുന്ന എല്ലാവരും ഒരു ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വരുന്നു. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തും മറ്റു കാര്യങ്ങൾ നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ, ഒരാഴ്ചത്തെ സ്റ്റഡി ടൈം ടേബിൾ അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റഡി ടൈം ടേബിളും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അപ്പാകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഒപ്പം തന്നെ വീക്കെൻഡ് ലൈവ് സെഷനും എത്തുന്നുണ്ട് അല്ലേ. വീക്കെൻഡ് ലൈവ് നമ്മൾ 5 ദിവസം പഠിക്കുന്നു. ഇവിടെ ഓർക്കുക, സൂപ്പർ ഹോളിഡേയ്സ് എന്നുള്ളത് നമ്മുടെ LP UP വിജയപഥത്തിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. 5 ദിവസം പഠിക്കുന്നു, 6ാമത്തെ ദിവസം നമ്മൾ റിവിഷൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് സാറ്റർഡേ നമ്മൾ റിവിഷനാണ്, സൺഡേ നമ്മൾ ഈ 5 ദിവസം പഠിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സൂപ്പർ ഹോളിഡേ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വീക്കെൻഡ് ലൈവ് സെഷൻ, വീക്കെൻഡ് ശനിയോ ഞായറോ അധ്യാപകർ നിങ്ങളുമായിട്ട് സംവദിക്കുന്നു. പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ ആവശ്യമാണ്. അതൊക്കെ ഉൾക്കരുത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള മനക്കരുത്തൊക്കെ തന്നുകൊണ്ട് നിങ്ങളുടെ അധ്യാപകർ ലൈവ് സെഷനിലും എത്തിച്ചേരുന്ന ലൈവ് സെഷൻസും അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ LP UP വിജയപഥത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് പ്രീ കോഴ്സ് ആക്ടിവിറ്റി. കോഴ്സിൻ്റെ ആദ്യപടി, കോഴ്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു പ്രീ കോഴ്സ് ആക്ടിവിറ്റിയിലാണ് ആരംഭിക്കുന്നത്. ഇവിടെ കാണുന്ന പോലെ സിലബസ് ഡിസ്കഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, സിലബസ് നമ്മുടെ എല്ലാ പ്രഗത്ഭരായ അധ്യാപകരും നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുന്നു. അതുമായി അനാലിസിസിൻ്റെ ക്ലാസ്സാണ് 2ാം ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത്, അതായത് 2ാം ദിവസം. ഈ പ്രീവിയസ് ഇയർ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കി തരുന്നത് സിലബസിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നത്, ചോദ്യങ്ങളുടെ നിലവാരം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3ാമതായിട്ട് എത്തിച്ചേരുന്നത് ഇൻട്രൊഡ്യൂസ് ആപ്പ് ഫീച്ചേഴ്സ്. ഒരുപാട് ഫീച്ചേഴ്സ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ വെക്കേഷൻ ബാച്ച്. LP UP വിജയപഥ എടുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ LP UP വിജയപഥത്തിലുണ്ടായിരുന്ന 1001 എഡ്യൂക്കേഷൻ സൈക്കോളജി ചോദ്യങ്ങൾ, ചോദ്യപ്പെട്ടി എന്ന് പറയുന്നത് ഒക്കെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ യൂസർ ലെവൽ ചെക്കിംഗ് എക്സാം. ഈ ഒരു PVQ അനാലിസിസ് നിങ്ങളെ കൊണ്ട് നടത്തിയതിന് ശേഷം 4ാമത്തെ ദിവസം ഒരു എക്സാം നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു. ആ എക്സാമിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എത്ര ദൂരം ഇനി പഠിക്കാനുണ്ട്, എത്രമാത്രം സ്റ്റെപ്പുകൾ കയറി ചെന്നാലാണ് വിജയത്തിൻ്റെ റാങ്കിൻ്റെ പടവുകൾ ഞാൻ താണ്ടി എത്തുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾക്കൊരു യൂസർ ലെവൽ ചെക്കിംഗ് എക്സാംസ് വച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ
സ്റ്റഡി ടൈം ടേബിളിലേക്കാണ് പോകുന്നത്. 60 ദിവസവും ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നില്ല, ബാക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡേ 1 ഇത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരു ടോപ്പിക്ക് മൊത്തം ഒരു ദിവസം ഇരുന്ന് പഠിക്കുകയാണോ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ 5 മണിക്കൂർ നമ്മൾ എടുത്തിട്ട് അത് മൊത്തം ഒരു ടോപ്പിക്ക് മാത്രം ഇരുന്ന് പഠിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ആദ്യ ദിവസം ഡേ 1 വിദ്യാഭ്യാസ മനഃശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. മനഃശാസ്ത്ര സമീപനം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ആപ്പിൽ ആ ഒരു ക്ലാസ് നമ്മൾ നാസിം സാറ് 20 മിനിറ്റിനകത്ത് വരുന്നൊരു ക്ലാസ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. ആ പോയിന്റുകൾ നമുക്ക് റിവിഷൻ നോട്ട് പ്രകാരം തന്നെ എഴുതിയെടുക്കാൻ കഴിയുന്നതും മുന്നോട്ട് പോകാൻ കഴിയുന്നതുമാണ്. നെക്സ്റ്റ് ഇംഗ്ലീഷിലെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. ഒരു ദിവസം കൊണ്ട് നമ്മൾ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇംഗ്ലീഷിൻ്റെ പഠിച്ച് തീർക്കുന്നില്ല. ഫസ്റ്റ് ഡേ നമ്മളതിൻ്റെ പാർട്ട് 1 ക്ലാസ്സാണ് രഞ്ജിത്ത് സാറിൻ്റെത് കാണുന്നത്. അതിൻ്റെ നോട്ട്സ് നമ്മൾ എഴുതിയെടുക്കുന്നു. നെക്സ്റ്റ് മാത്സിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും അതും ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല. അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ആദ്യ ദിവസം പഠിക്കുന്നത്. അടുത്തത് ഭാഷാചരിത്രം. മലയാളത്തിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടോപ്പിക്ക് തന്നെയാണ് ആദ്യ ദിവസം നമ്മൾ പഠിക്കുന്നത്. നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. നമുക്ക് 10 മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാമർ മാത്രമല്ല മലയാളത്തിലുള്ളത്, ഇതുപോലെയുള്ള ടോപ്പിക്കും നോവലുകളും കഥ തുടങ്ങിയവയൊക്കെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഭാഷാചരിത്രം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള 2 ടോപ്പിക്കാണ് പഴശ്ശി വിപ്ലവവും വേലുത്തമ്പി ദളവയും. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞാനൊരു ബയോളജി മെയിൻ എടുത്ത് പഠിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് രോഗങ്ങളും ആരോഗ്യ പരിപാലനവും അറിയാം എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഈ റെക്കോർഡ് ക്ലാസ് ഇരുന്ന് കാണേണ്ട കാര്യമില്ല. ആ ക്ലാസ്സിന് നോട്ട് ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ആ നോട്ടിൽ എനിക്ക് അറിയാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് നോക്കി ആ പോയിന്റ് കൂടി ഒന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് അവിടെ സമയം ലാഭിക്കാം. അതല്ലേ സോഷ്യൽ സയൻസ് പഠിച്ചൊരു വ്യക്തിയാണ്, പഴശ്ശി വിപ്ലവം വേലുത്തമ്പി ദളവ എനിക്ക് ക്ലാസ് കാണാതെ തന്നെ പഠിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഓൾറെഡി ആപ്പിൽ എന്തുണ്ട്? PDF നോട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് എനിക്ക് അറിയാത്ത പുതിയ പോയിന്റ് ഉണ്ടോ ആ പുതിയ പോയിന്റ് എഴുതിയെടുത്ത് അവിടെ വീണ്ടും പഠിക്കാം. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സമയം ലാഭിക്കാൻ കഴിയും. ഇതിലെവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടത് അവിടെ സ്ട്രെസ് കൊടുക്കാം. സയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ LP-UPക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ട മേഖലയും മാർക്ക് വളരെ കട്ടിയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട മേഖലയും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. ഫസ്റ്റ് ഡേ നമ്മൾ ആറ്റത്തിൻ്റെ ആദ്യ ക്ലാസ്, ബയോളജി രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, ഫിസിക്സ് ചലനം എന്ന് പറയുന്ന ആ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ 2ാമത്തെ ദിവസത്തിൽ ഇവാൻ പാവ്ലോസിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ അത് പഠിച്ചു തീർക്കുന്നില്ല. ഡേ 2 ആദ്യ ക്ലാസ്സാണ് ഇവാൻ പാവ്ലോ. ഡേ 3 എത്തുമ്പോൾ അതിൻ്റെ പാർട്ട് 2 ക്ലാസ് നമ്മുടെ ആപ്പിലുണ്ട്. ആ പാർട്ട് 2 ക്ലാസ് കൂടി പഠിക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആകും, നമ്മൾ പൂർണ്ണതയിൽ എത്തുന്നത്. അപ്പോൾ 2 ക്ലാസ് കൊണ്ടാണ് നമ്മൾ ഇവാൻ പാവ്ലോ പഠിക്കുന്നത്. 2 ദിവസം എടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ദിവസം എത്തുമ്പോൾ 1ാമത്തെ ദിവസം പഠിച്ച് നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള ടൈം കൂടി നമ്മൾ കണ്ടെത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് സെൻറ്റൻസിൻ്റെ ബാക്കി നമ്മൾ 2ാമത്തെ ദിവസം പഠിക്കുന്നു. ഫ്രാക്ഷൻ്റെ ബാക്കി നമ്മൾ പഠിക്കുന്നു. ഭാഷാചരിത്രം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല, അത് നമ്മൾ ബാക്കി പഠിക്കുന്നു. ഇങ്ങനെ പയ്യെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സിലബസ് തിന്ന് മുന്നോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? 60 ദിവസം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. ഈ 60 ദിവസത്തിനുള്ളിലാണ് ഈ ശനി ഞായർ ഈ 2 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവിഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. സാറ്റർഡേ നമ്മൾ റിവിഷനാണ്, ലൈവ് സെഷൻ നമുക്ക് വരുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. സൺഡേ നമ്മൾ എക്സാമിന് വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ 5 ദിവസം മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് കാണുന്നതും. ബാക്കി ദിവസം നിങ്ങൾ റിവിഷനും മറ്റു കാര്യങ്ങളും മറ്റ് പഠന സാമഗ്രികൾ വായിക്കണമെന്നുണ്ടെങ്കിൽ NCERT SCERT സ്പെഷ്യൽ പാക്ക് ഇവിടെയും ഉണ്ട്. സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ NCERT SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് PDF സാമഗ്രിയിൽ നിന്നൊക്കെ SCERT ഡൗൺലോഡ് ചെയ്യാം. അതൊക്കെ വായിക്കാനുള്ള സമയമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ 60 ദിവസം എന്ന് പറയുന്നത് ചിട്ടയായ പഠനമുണ്ടെങ്കിൽ നമുക്കിത് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഡേ 3 എത്തുമ്പോൾ നമ്മൾ നവോത്ഥാനം പഠിക്കുന്നു. നവോത്ഥാനമൊക്കെ അത്യാവശ്യം 2 ടോപ്പിക്കുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ചില മേഖലകൾ നമുക്ക് ഇപ്പം സോഷ്യൽ സയൻസ് മേഖലയിൽ നിന്ന് വരുന്ന ഒരു ഉദ്യോഗാർത്ഥി സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾക്കൊക്കെ വളരെ കുറച്ച് സമയം മതിയായിരിക്കും. ആ പോയിന്റുകൾ എഴുതി ഒന്ന് പഠിച്ചാൽ മതിയായിരിക്കും. അതേസമയം അവർക്ക് കോശം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ആ സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ക്ലാസ്സുകൾ ഓരോ ദിവസമായിട്ട് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ 60 ദിവസത്തെ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ, ഇത് ഈ 5 ദിവസത്തിനുള്ളിൽ ബുധനാഴ്ച എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു നിങ്ങൾക്കന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പഠിക്കാതിരിക്കരുത്. കഴിഞ്ഞ ദിവസം
പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്തിരിക്കണം. റിവിഷൻ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാവൂ ആ ദിവസം. അപ്പോൾ ഒരു ദിവസം പോലും നിങ്ങൾ പഠിക്കാതിരിക്കും. മാത്സ് ഫ്രാക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല. ഓരോ ദിവസവും പഠിച്ച് 5 ദിവസം കൊണ്ടായിരിക്കും നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്രയും മതി. അത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എഴുതുന്നു, ഓരോ ടൈപ്പുകൾ പഠിക്കുന്നു, അത് നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യുന്നു. എൻട്രിയിലെ ആപ്ലിക്കേഷൻ, ലൈവ് എക്സാമും മോക്ക് എക്സാമും ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഫ്രാക്ഷൻ്റെ ചോദ്യങ്ങൾ കാണുമ്പോൾ ഞാൻ പഠിച്ച മേഖലയിൽ നിന്നാണോ വന്നത്, നിങ്ങൾ ചെയ്ത് നോക്കുന്നു, ഡൗട്ട് വരുന്നു, അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ ടെലഗ്രാം സപ്പോർട്ട് ഒക്കെ തന്നെ അവൈലബിൾ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്ക്രിപ്ഷനിലും കമൻസിലും അവൈലബിൾ ആണ്. ഈ സ്റ്റഡി ടൈം ടേബിൾ പ്രകാരമാണ് LPUP വിജയപഥ വെക്കേഷൻ ബാച്ച് മുന്നോട്ട് പോകുന്നത്. 60 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 60 ദിവസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നമുക്ക് മെയ് ലാസ്റ്റോട് കൂടി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതിനിടയിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും UPയുടെ എക്സാം ഡേറ്റും LPയുടെ എക്സാം ഡേറ്റൊക്കെ നമുക്ക് ഒഫീഷ്യൽ ഡിക്ലെയറേഷൻ വരുന്നൊരു ടൈം കൂടിയാണ്. അപ്പോൾ അതോടുകൂടി ടൈം വരുമ്പോൾ സിലബസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ക്ലാസ് കണ്ടുപഠിച്ചു, സെൽഫ് സ്റ്റഡി നടത്തുന്നവരാണെങ്കിൽ സെൽഫ് സ്റ്റഡിയോടുകൂടി പഠിച്ച് കംപ്ലീറ്റ് ആക്കി ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പം ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു റിവിഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത്രയും മാത്രം മതി. പിന്നെ അതുപോലെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൽ നമ്മുടെ രഞ്ജിത്ത് സാറിൻ്റെയൊക്കെ സ്പെഷ്യൽ വൊക്കാബുലറിയും ക്ലാസ്സുകളും ഒക്കെ തന്നെ എക്സ്ട്രാ പാക്കുകൾ ഒരുപാട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് നിങ്ങൾ കയറുമ്പോൾ ആപ്പ് ഫീച്ചേഴ്സ് പരിശോധിക്കുമ്പോൾ ഒരുപാട് അവൈലബിൾ ആണെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. അപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സമയം ഇനി പാഴാക്കരുത്. നമ്മുടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ബാനറിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.